നമസ്കാരം. മല്ലു ടെക് GP's വ്ലോഗ്സിന്റെ ഈ ഒരു എപ്പിസോഡിൽ 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ചെന്നൈയിൽ നടന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ച കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ളതാണ്. മറക്കണ്ട, 2024 ജനുവരി ടു മെയ് മാസങ്ങളിലൊക്കെയും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നിങ്ങൾ ഏജന്റ് വഴിയോ ഇടനിലക്കാർ വഴിയോ ഏജൻസി വഴിയോ ഡയറക്റ്റോ പോയിട്ട് ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു സ്ലിപ്പിൽ, നിങ്ങളുടെ പാസ് സ്ലിപ്പിൽ നെയിം, ട്രേഡ്, പാസ്പോർട്ട് നമ്പർ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതൊരു വൈറ്റ് ഷീറ്റാണ്. അത് കിട്ടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഇസ്രായേലിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല എങ്കിൽ ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ചിട്ട് ഇതുവരെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലോ ഏജൻസിയുടെയോ ഏജന്റിന്റെ കീഴിൽ ഇപ്പോഴും നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് വരാൻ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ അവരാദ്യ സമയത്ത് ടൈപ്പ് ചെയ്ത ഇസ്രായേലിലെ ഏജൻസി പിന്നീട് ചിലപ്പം ആ ഒരു ഡീലിൽ നിന്ന് മാറിയതുകൊണ്ടൊക്കെ ആവാം. എന്നാൽ ഇപ്പം നമ്മുടെ ഒരു ഏജൻസി 100 പേരെ അടിയന്തരമായി വേണം എന്ന് പറഞ്ഞതുകൊണ്ടും അത് ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ച ആരും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടും ഈ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കുന്നു. റിമെമ്പർ, ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ചത്, ചെന്നൈയിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ച ട്രേഡ് ടെസ്റ്റ് പാസ് സ്ലിപ്പ് കയ്യിലുള്ള ആ സ്ലിപ്പിൽ നിങ്ങളുടെ പേര്, ട്രേഡ് ടെസ്റ്റ് ഏതായിരുന്നു, പാസ്പോർട്ട് നമ്പർ, സിഗ്നേച്ചർ, പിന്നെ ഒരു നമ്പർ, ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സ്ലിപ്പ്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇത് ടൈപ്പ് ചെയ്തിടുക. അഡ്വാൻസോ ഇതിനിടയിലൊരു പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിസ വന്നതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ ഒരു ചെലവ്, അത്ര മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. വിസ വന്നതിന് ശേഷം മാത്രം ഓൺലി പേയ്മെന്റ്. നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ചെന്നൈയിൽ ട്രേഡ് ടെസ്റ്റ് പൂർത്തീകരിച്ചിട്ട് ഇപ്പോഴും ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ ഏജന്റിലോ ഏജൻസിയിലോ ഇടനിലക്കാരിലോ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. കാര്യം, നമ്മൾ രക്ഷപ്പെടുക എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അത് പ്രവാസിയാവുക എന്നതും വിദേശ രാജ്യത്ത് ഒരു ജോലി കിട്ടുക എന്നതും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഭാഗ്യവുമാണ്. അത് ആരു വഴി വന്നാലും കയറി വരിക. പ്ലീസ് വെൽക്കം. 100 പേരെയാണ് ആവശ്യം. എമർജൻസി ആണ്. ദയവായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.